ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എവിടെയും പോകണ്ടാത്തൊരു ദിവസമാണ് കേട്ടോ. ആർക്കും ജോലിക്കും പോകണ്ട, പഠിത്തത്തിനും പോകണ്ട, ഒന്നിനും പോകണ്ട. ഒത്തിരി ദിവസമായി അമ്പലത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഡെയിലി പണി, നമുക്ക് ലീവ് ഇല്ലാത്തൊരു പണി, അത് മാത്രമേ ചെയ്യുന്ന ഒരു ഇത്തിരി പാടാണെങ്കിലും ഇതുവരെ ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാര്യം എന്ന് പറയുന്നത് 19 വയസ്സിൽ കല്യാണം കഴിച്ച് വന്നപ്പം മല്ലിപ്പൊടി ഏത്, മുളക് പൊടി ഏത് ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ആദ്യമേയൊക്കെ ചുമ്മാ ഒരു പൊടിക്കില്ല അതിലൊക്കെ ഇടുന്ന കണക്ക് ചുമ്മാ എല്ലാം കൂടെ വാരിയിട്ട് കറികൾ വരെ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ പുള്ളിക്കാരൻ കറിയായിട്ട് പോലും വിചാരിക്കാത്ത ദിവസങ്ങളുണ്ട്. എന്നാലും അങ്ങ് തട്ടിവിടും, കൊള്ളാം കൊള്ളാം. ആ ഒരു പ്രോത്സാഹനത്തിലാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇപ്പോഴും അതണക്കൊക്കെ തന്നെ കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം എഴുതി വെക്കാതെ മനസ്സിലാക്കാൻ തുടങ്ങി. നമുക്ക് എന്തായാലും കഴിക്കണം. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കൂടെ ഉണ്ടാക്കുന്നത്, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ പല കറികളും അധികം കാണും. അതൊക്കെ തന്നെ ശനിയാഴ്ചത്തേക്ക് എടുക്കും. അതാണ് കൂടുതലും ലേസി ആയിട്ട് പോകുന്നത്. രാവിലത്തേക്ക് ചപ്പാത്തിയും തീയലുമാണ്. അപ്പോൾ ഞാനും കഴിച്ചു, അവനും കഴിച്ചു. അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും ഉറക്കമാണ്. ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ടൈമിംഗ് ഒന്നും നമുക്ക് അങ്ങനെ ഇല്ല. പിന്നെ എൻ്റെ നടുവേദനയും കാലുവേദനയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് മാത്രമുള്ളൊരു പുരോഗമനം വയസ്സ് ചെല്ലും തോറും. ഉച്ചത്തേക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി രാവിലെ എടുത്ത തീയലും അധികം ഉണ്ട്, അതും കൂടെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഞാൻ ചോദിക്കാറുണ്ട്, അമ്മ എന്തോ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ അടുക്കള ചെയ്യുന്നു, അമ്മയ്ക്ക് ഇച്ചിരി നേരം ഇവിടെ വന്ന് ഇരുന്നൂടെ എന്നൊക്കെ പരാതി പറയായിരുന്നു. ഇപ്പം മനസ്സിലായി, ജോലി കഴിഞ്ഞൊരു സമയമില്ല. ഒരു ഇത്രയൊക്കെ ജോലി ഒതുക്കിയെന്നും പറഞ്ഞ് വന്നിരുന്നാലും ഒരു കുഞ്ഞ് പണിയെങ്കിലും ബാക്കി കാണും. അത് കണക്കാണ് അടുക്കള ജോലി. അപ്പോൾ പണ്ടൊക്കെ അടുക്കള ജോലിയിൽ എന്താ ഇത്ര ഉള്ളതെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇപ്പം മനസ്സിലായി. ഓരോന്ന് അനുഭവിച്ചറിയുമ്പോഴും ഓരോ ലൈഫിലെ എക്സ്പീരിയൻസിലൂടെയല്ലേ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല മഴയാണ്, ഒരു വെള്ളവും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ കുറഞ്ഞോ? വെള്ളമൊക്കെ ഇറങ്ങിയോ? നമ്മൾ ഇവിടെ അപ്പുറത്തെ ഭാഗത്ത് നല്ല വെള്ളം കിട്ടും കേട്ടോ. ആദ്യമേയൊക്കെ നമ്മളെ പടി വരെ വെള്ളം കിട്ടുമായിരുന്നു. ഇപ്പം പക്ഷെ നല്ല കുറവുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ഡേ പോകുന്നത്, അല്ലെങ്കിൽ വീക്കെൻഡ് പോകാന്ന് പറയാം. ബൈ.